നമസ്കാരം. 2000 രൂപയിൽ കൂടുതലുള്ള UPI ഇടപാടുകൾക്ക് GST ചുമത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന വാർത്ത ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം തള്ളിയിരിക്കുകയാണ്. വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് ധനമന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നിലവിൽ സർക്കാരിന് അത്തരമൊരു ഉദ്ദേശമില്ല എന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. ചില പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെന്റുകളുമായി ബന്ധപ്പെട്ട മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് പോലുള്ള ചാർജുകൾക്ക് GST ചുമത്തുന്നുണ്ട്. 2020 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് ടാക്സ് 2019 ഡിസംബർ 30 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പേഴ്സണൽ ടു മർച്ചന്റ് UPI ഇടപാടുകളിൽ മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. UPI ഇടപാടുകൾക്ക് നിലവിൽ MDR ഈടാക്കാത്തതിനാൽ ഈ ഇടപാടുകൾക്ക് GST ബാധകമല്ല. UPI വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. UPIയുടെ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി 2021-22 മുതൽ ഒരു പ്രോത്സാഹന പദ്ധതി പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ മൂല്യമുള്ള UPI ഇടപാടുകളെയാണ് ഈ പദ്ധതി പ്രകാരം ലക്ഷ്യമിടുന്നത്. ഇടപാട് ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെയും ഡിജിറ്റൽ പേയ്മെന്റുകളിൽ കൂടുതൽ പങ്കാളിത്തവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ചെറുകിട വ്യാപാരികൾക്ക് പ്രയോജനം ലഭിക്കും. വർഷങ്ങളായി ഈ പദ്ധതിക്ക് കീഴിലുള്ള ആകെ പേ ഔട്ടുകൾ UPI അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയെ പ്രതിഫലിക്കുന്നു. 2021-22 സാമ്പത്തിക വർഷം 1389 കോടി രൂപ, 2022-23 സാമ്പത്തിക വർഷം 2210 കോടി രൂപ, 23-24 സാമ്പത്തിക വർഷം 3631 കോടി രൂപ. ഈ പദ്ധതിക്ക് കീഴിൽ വകയിരുത്തിയ വിഹിത കണക്ക് ഇങ്ങനെയാണ്. ഈ നടപടികൾ ഇന്ത്യയുടെ ശക്തമായ ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട്. 2024 ICI വേൾഡ് വൈഡ് റിപ്പോർട്ട് അനുസരിച്ച് 2023 ആഗോള തത്സമയ ഇടപാടുകളുടെ 49% ഇന്ത്യയായിരുന്നു. ഇതിലൂടെ ഡിജിറ്റൽ പേയ്മെന്റ് വളർച്ചയിൽ ആഗോള നേതാവെന്ന സ്ഥാനം ഇന്ത്യ വീണ്ടും ഉറപ്പിച്ചു. UPI ഇടപാട് മൂല്യങ്ങളിൽ വൻ വർധനവുണ്ടായി. അങ്ങനെയാണ് ഓരോ കണക്കുകളും സൂചിപ്പിക്കുന്നത്. 2019-20 21.3 ലക്ഷം കോടി രൂപയിൽ നിന്നും 2025 മാർച്ചോടെ 260.56 ലക്ഷം കോടി രൂപയായി വളർന്നു. പ്രത്യേകിച്ചും P2M ഇടപാടുകൾ 59.3 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് ഡിജിറ്റൽ പേയ്മെന്റ് രീതികളിൽ വളരുന്ന വ്യാപാരികളുടെ സ്വീകാര്യതയും ഉപഭോക്തൃ ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്നു. ന്യൂസ് ഡെസ്ക് തത്വമേ TV.